ചില രക്ഷിതാക്കൾ ഒ പി ഡിയിൽ വരുന്ന സമയത്ത് ചോദിക്കുന്ന കോമൺ ആയിട്ടുള്ള ഒരു ഡൗട്ടാണ്, എൻ്റെ കുട്ടിക്ക് ഡോക്ടറെ എ എസ് ടി ആണോ ഓട്ടിസം ആണോ അതോ എ ഡി എച്ച് ടി ആണോ എന്നുള്ളത്. അപ്പോൾ എന്താണ് എ എസ് ടി, എന്താണ് എ ഡി എച്ച് ടി എന്നുള്ളതാണ്. ഓട്ടിസം എന്ന് പറയുമ്പോൾ 4 കാര്യങ്ങളിലാണ് കുട്ടിക്ക് മേജറായിട്ട് പ്രോബ്ലംസ് കാണുന്നത്. ഫസ്റ്റ് ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് വൺ, സോഷ്യൽ ഇൻട്രാക്ഷൻ. മറ്റുള്ളവരുമായി ഇടപഴകാൻ കുട്ടി ഒരു ഇനീഷ്യേറ്റീവ് എടുക്കില്ല. മറ്റുള്ള കുട്ടികളായിട്ടുള്ള മിക്സിങ് വളരെ കുറവായിരിക്കും. ഇതാണ് മെയിൻ ഡെഫിസിറ്റ്സ് ആയിട്ട് കുട്ടികളിൽ കാണുന്നത്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് കമ്മ്യൂണിക്കേഷൻ, അതായത് ലാംഗ്വേജ് ഡിലേ. കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്ന സമയത്ത് നമുക്ക് 2 രീതിയിലുള്ള കമ്മ്യൂണിക്കേഷൻസ് ഉണ്ട്. വെർബൽ കമ്മ്യൂണിക്കേഷൻസ് ഉണ്ട്, നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻസ് ഉണ്ട്. ഈ 2 രീതിയിലും കുട്ടിക്ക് ബുദ്ധിമുട്ടായിരിക്കും. അതായത് സംസാരിച്ചിട്ട് കുട്ടിയുടെ ആവശ്യങ്ങൾ മാതാപിതാക്കളോട് പറയാനും കുട്ടിക്ക് ബുദ്ധിമുട്ടായിരിക്കും. ആംഗ്യ ഭാഷകളിലൂടെ, ജസ്റ്റേഴ്സിലൂടെ കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും കുട്ടിക്ക് ബുദ്ധിമുട്ടുണ്ടായിരിക്കും. മോസ്റ്റ്ലി അച്ഛനും അമ്മേനെയും കൈ പിടിച്ചിട്ട് പോയിട്ടായിരിക്കും കുട്ടി കാര്യങ്ങൾ കാണിക്കുന്നത്, ആവശ്യപ്പെടുന്നത്. മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ബിഹേവിയർ ഡിസ്റ്റർബൻസസ് ആണ്. ബിഹേവിയർ എന്ന് പറഞ്ഞാൽ ഗുഡ് ബിഹേവിയർ, ബാഡ് ബിഹേവിയർ അതല്ല, പകരം റെസ്ട്രിക്റ്റഡ് റെപ്പറ്റേറ്റീവ് ബിഹേവിയർ. ചെയ്ത കാര്യങ്ങൾ പിന്നെയും പിന്നെയും ചെയ്തുകൊണ്ടിരിക്കുക. ഒരു ബ്ലോക്ക് കൊടുക്കുകയാണെങ്കിൽ അവർ ബ്ലോക്ക് മോളിക്ക് അടുക്കി വെച്ചിട്ട് ഒരു ടവർ ഉണ്ടാക്കും. അത് കഴിഞ്ഞിട്ട് ഈ ടവർ മുഴുവൻ താഴ്ത്തിക്കിടും. എന്നിട്ട് പിന്നെയും വീണ്ടും ഇത് തന്നെ ചെയ്തുകൊണ്ടിരിക്കും. അല്ലെങ്കിൽ ഈ ബ്ലോക്കൊക്കെ ഇങ്ങനെ ലൈനപ്പ് ചെയ്തുകൊണ്ടിരിക്കും, ലൈനിങ് അപ്പ് ഓഫ് ടോയ്സ്. ഇതായിരിക്കും പിന്നെ കാണുന്നത്. അല്ലെങ്കിൽ വേറെ ബിഹേവിയേഴ്സ് ഈ കുട്ടികളിൽ കാണുന്നത് സ്പിന്നിങ്, കുട്ടി ഇങ്ങനെ സ്വയം ചുറ്റിക്കറങ്ങിക്കൊണ്ടിരിക്കുക. അല്ലെങ്കിൽ റൊട്ടേറ്റിംഗ് ഒബ്ജക്ട്സ്, ഫാന് അല്ലെങ്കിൽ ഫ്രണ്ടിലോട്ടുള്ള വാഷിംഗ് മെഷീൻ, ഇതിനോടൊക്കെ അമിതമായ ഒരു താല്പര്യം കാണിക്കുക. ഒരു ടോയ് കൊടുത്തു കഴിഞ്ഞാൽ അത് നേരെ തല തിരിച്ചിട്ടിട്ട് അതിൻ്റെ വീൽസ് ഒക്കെ കറക്കിയിട്ട് അതിലോട്ട് ഐ ലെവലിൽ വെച്ചിട്ട് അതിൽ വീല് കറങ്ങുന്നത് ആസ്വദിക്കുക. ഒരു ട്രൈസൈക്കിൾ കൊടുത്തു കഴിഞ്ഞാൽ അത് തല തിരിച്ചിട്ട് വീണ്ടും അതിൻ്റെ വീല് കറക്കുക. ഇതൊക്കെയാണ് അവർക്ക് കാണുന്ന ഒരു ബിഹേവിയർ ഡിസ്റ്റർബൻസസ്. നാലാമത്തെ കാര്യം സെൻസറി. സെൻസറി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഒരു ഹ്യൂമൻ ബോഡിയിൽ എന്തൊക്കെ സെൻസസ് ഉള്ളത്? ഒന്ന് വിഷൻ, കാഴ്ച, കേൾവി, മണക്കാനുള്ള കഴിവ്, ടേസ്റ്റ് ചെയ്യാനുള്ള കഴിവ്, അല്ലേ? ഇതൊക്കെയാണ് ബോഡി സെൻസേഷൻസ്, ബോഡി പൊസിഷൻസ്. ഇതൊക്കെയാണ് നമ്മൾക്ക് യൂഷ്വലി സെൻസസ് എന്ന് പറയുന്നത്. ഈ കുട്ടികൾക്ക് ചിലപ്പോൾ ഹൈപ്പർ സെൻസിറ്റീവ് ആയിരിക്കാം. ഹൈപ്പർ സെൻസിറ്റീവ് ആയ കുട്ടികൾ എങ്ങനെയായിരിക്കും? ശബ്ദം കേൾക്കുമ്പോഴേക്കും പെട്ടെന്ന് ചെവി അടയ്ക്കുന്നു, അല്ലെങ്കിൽ കരയുന്നു, അവിടെ നിന്ന് ഓടി ഒളിക്കുന്നു. ഹൈപ്പോ സെൻസിറ്റീവായ കുട്ടികൾ എന്തായിരിക്കും? അവർ സീക്കേഴ്സ് ആയിരിക്കും. അവർക്ക് കൂടുതൽ സെൻസസ് കിട്ടാൻ ഇഷ്ടമുള്ളവരായിരിക്കും. അവരെന്ത് ചെയ്യും? പാത്രം സ്പൂണൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ അടിച്ച് ഭയങ്കര ശബ്ദം ഉണ്ടാക്കും, അല്ലെങ്കിൽ ഭയങ്കര ശബ്ദത്തിൽ പാട്ട് വെക്കുക, TV വെക്കുക, അതുപോലെ ആയിരിക്കും ചെയ്യുന്നത്. ഇതിപ്പോൾ ഞാൻ പറഞ്ഞത് ശബ്ദത്തിനെ കുറിച്ചാണ്. അതുപോലെ തന്നെ ലൈറ്റ്സിനോടുണ്ട്, ടേസ്റ്റിനോടുണ്ട്. അല്ലെങ്കിൽ മണ്ണൊക്കെ കാണുമ്പോൾ ഒരു 2-2.5 വയസ്സാകുമ്പോഴേക്കും കുട്ടിക്ക് അറിയണം ഏതൊക്കെ കഴിക്കാൻ പറ്റും, ഏതൊക്കെ കഴിക്കാൻ പറ്റില്ല എന്നുള്ളതൊക്കെ. ഈ കുട്ടികൾ എന്ത് ചെയ്യും? മണ്ണെടുത്ത് വാരി തിന്നും, പെയിന്റ് എടുത്ത് കഴിക്കും. അങ്ങനെ എഡിബിൾ അല്ലാത്ത നോൺ എഡിബിൾ സബ്സ്റ്റൻസസ് മുഴുവൻ വായയിൽ ഇടാൻ, എന്ത് കിട്ടിയാലും ആദ്യം വായലിട്ടിട്ടേ പിന്നെ അതിലോട്ട് ഒരു നോക്കുന്നുള്ളൂ. അതാണ് സെൻസറി ഇഷ്യൂസ്. ഈ 4 ഡൊമെയിൻസിലും യൂഷ്വലി ഓട്ടിസം ഉള്ള കുട്ടികൾക്ക് ബുദ്ധിമുട്ട് കാണാറുണ്ട്. പക്ഷേ ഏറ്റവും മസ്റ്റ് ആയിട്ട് ഉണ്ടാവേണ്ടത് സോഷ്യൽ ഇൻട്രാക്ഷൻ കമ്മ്യൂണിക്കേഷൻ ഡെഫിസിറ്റ്സ് ആണ്. ഇതാണ് ഡയഗ്നോസ്റ്റിക് ആവാൻ വേണ്ടിയിട്ട് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. സോഷ്യൽ ഇൻട്രാക്ഷൻ കമ്മ്യൂണിക്കേഷൻ ഡെഫിസിറ്റ്സ് ആണ്. കുട്ടികളിൽ ബിഹേവിയറും സെൻസറി ഇഷ്യൂസും ഉണ്ടാവാതിരിക്കാം. അത് കുട്ടികൾ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. കാരണം ഓട്ടിസം ഒരു സ്പെക്ട്രമാണ്. ഓട്ടിസം സ്പെക്ട്രം ഡിസോർഡർ ആണ്. അപ്പോൾ എന്താണ് ADHD? ADHD എന്ന് പറയുമ്പോൾ 3 കാര്യങ്ങളാണ് കാര്യമായിട്ടുള്ളത്. എടുത്തുചാട്ടം, പിരിപിരിപ്പ്, ശ്രദ്ധക്കുറവ്. ഇതിൽ കുട്ടിക്ക് മറ്റുള്ളവരായിട്ട് സോഷ്യൽ ഇൻട്രാക്ഷൻ, ഇടപഴകാൻ ഒരു ബുദ്ധിമുട്ട് ഒട്ടും ഉണ്ടാവില്ല. അവർ നന്നായിട്ട് നമ്മളായിട്ട് ഇൻട്രാക്ട് ചെയ്യും. സമപ്രായക്കാരായിട്ട് നന്നായിട്ട് ഇടപഴകും, മുതിർന്നവരായിട്ടാണെങ്കിൽ നന്നായിട്ട് ഇടപഴകും. അതുപോലെ സെൻസറി ഇഷ്യൂസ്, ഞാൻ നേരത്തെ പറഞ്ഞ പോലത്തെ വിഷൻ, ഹിയറിംഗ്, സ്മെല്ല്, ടച്ച്, ടേസ്റ്റ് എന്നിവയോടുള്ള ഒരു ഹൈപ്പർ സെൻസിറ്റിവിറ്റിയോ അതോ ഹൈപ്പോ സെൻസിറ്റിവിറ്റിയോ ഈ കുട്ടികളിൽ യൂഷ്വലി കാണാറില്ല. ഓക്കെ, ബിഹേവിയർ ഇഷ്യൂസ് ചില കുട്ടികളിൽ കാണാറുണ്ട്. പക്ഷേ സോഷ്യൽ ഇൻട്രാക്ഷൻ ഡൊമെയിനിലാണെങ്കിലും സെൻസറി ഇഷ്യൂസിലാണെങ്കിലും ഈ കുട്ടികൾക്ക് ഉണ്ടാവില്ല.